വിശുദ്ധ ബൈബിളിന്റെ 3 പ്രത്യേക ഇടയന്മാരെ കുറിച്ച് ഞാൻ ആദ്യമായി പറയുന്നത്, അന്ന് ഇസ്രായേലിനെ നടത്തിക്കൊണ്ടുവന്നതായ മോശ എന്ന നേതാവ് 40 വർഷം അമ്മായപ്പനായ യിത്രോവിന്റെ ആടുകളെ മേച്ചു. സ്തോത്രം. എന്തുകൊണ്ടാണ് മോശയ്ക്ക് അപ്രകാരം ആളുകളെ മേയ്ക്കുവാൻ ദൈവം ഏൽപ്പിച്ചത്? 40 വർഷം കൊട്ടാര ജീവിതം. സ്തോത്രം. കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് ഒരു സമൂഹത്തിന് മുഴുവനും സ്തോത്രം അവരെ നടത്തുവാൻ കൊട്ടാരത്തിൽ നിന്നാണ് ആജ്ഞ പുറപ്പെടുന്നത്. അവർ നേതാവ് ആകേണ്ടതായ നിലകളിലുള്ള വിദ്യാഭ്യാസവും സ്തോത്രം താൻ അറിയുന്നു അതിൻ്റെതായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് 40 വർഷം കൊട്ടാരത്തിലായിരുന്നു. അതിനുശേഷം 40 വർഷം ആടുകളുടെ പുറകെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നു. കാരണം തന്റെ പിന്നത്തേതിൽ 30 ലക്ഷം ജനങ്ങളെ നടത്തുവാൻ, മരുഭൂമിയിൽ നടത്തുവാൻ ദൈവം പദ്ധതി ഇട്ടപ്പോൾ 80 വർഷം ഒരു വലിയ ട്രെയിനിങ് ദൈവം കൊടുത്തു. നോക്കി, നമ്മൾ പ്രവർത്തിക്കുന്ന ദേശത്ത് പലപ്പോഴും നമ്മൾ തന്നെ ഒരു ട്രെയിനിങ് എടുക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും പ്രവർത്തിച്ചിട്ടും ആത്മാക്കൾ വരുന്നില്ല, അല്ലെങ്കിൽ രക്ഷയിലേക്ക് ജനം വരുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ ശുശ്രൂഷകൾ നിർത്തരുത്. വീണ്ടും ട്രൈ ചെയ്യുക, വീണ്ടും പ്രാർത്ഥിക്കുക. നമ്മളെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ, അത് ചെറുതായാലും വലുതായാലും സ്തോത്രം, ആടുകൾ മേച്ച ദൈവഭക്തന്മാരെ പിന്നത്തേതിൽ മാനിച്ചതുപോലെ മാനിപ്പാൻ അവൻ ശക്തനാണ്. അമ്മായപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് 40 വർഷം കഴിയുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ എത്തുമ്പോഴാണ് സ്വർഗീയ ദർശനം തനിക്ക് ലഭിച്ചത്. സ്വർഗീയ ദർശനത്തിന് ശേഷം തന്റെ ജീവിതം വളരെ അനുഗ്രഹമായി തീർന്നു. കഴിഞ്ഞ 40 വർഷങ്ങൾ പിന്നോട്ട് നോക്കാമെങ്കിൽ ആടുകളുടെ പുറകെ നടന്നു, ആടുകൾക്ക് വെള്ളം കൊടുത്തു, ആടുകളെ തീറ്റിപ്പോറ്റി, ആടുകൾക്ക് എവിടെയാണ് കിടത്തേണ്ടത്, ആടുകൾക്ക് എവിടെയാണ് സ്തോത്രം ക്രമീകരണം ചെയ്ത് വൈകിടേണ്ടത്, അങ്ങനെയെല്ലാം ദൈവം പഠിപ്പിച്ചിട്ട് സ്തോത്രം അതുപോലെ അറിയത് ഒരു കൂട്ടത്തെ നടത്തുവാൻ തന്റെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചു. അതിനെ ഏൽപ്പിക്കുവാൻ സ്തോത്രം മുമ്പ് അഭിഷേകമില്ലായിരുന്നു. ഒരു വലിയ അഭിഷേകം തനിക്ക് കൊടുത്തിട്ടാണ് മരുഭൂമിയില് സ്തോത്രം ഹല്ലേലൂയ ദൈവം തന്നെ ഇസ്രായേൽ മക്കളെ നടത്തുവാൻ ഏൽപ്പിച്ചത്. അതുപോലെയാണ് നമുക്കറിയാം യാക്കോബ് എന്ന ദൈവഭക്തനെയും സ്തോത്രം തന്റെ അപ്പന്റെ ഭവനത്തിൽ നിന്ന് സ്തോത്രം സഹോദരന്റെ അനുഗ്രഹങ്ങളെയും ജ്യേഷ്ഠാവകാശത്തെയും അപ്പന്റെ അനുഗ്രഹത്തെയും തട്ടിയെടുത്ത് പ്രാപിച്ചുകൊണ്ട് അവിടെ സഹോദരൻ തന്നെ കൊന്നുകളയുമെന്ന് പറയുമ്പോൾ സ്തോത്രം ബേർശേബ മരുഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു യാത്ര. താൻ ഒരു ആടുകളെ മേയ്ക്കുവാൻ തുടക്കം, അല്ലെങ്കിൽ ആടുകൾ മേയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പന്റെ ഭവനത്തിൽ താൻ എത്തുമ്പോൾ സ്തോത്രം അവിടെ ലാബാൻ ആടുകളെ മേയ്ക്കുന്ന വ്യക്തിയായിരുന്നു. അപ്രകാരം വചനം പറയുന്നു, അമ്മായപ്പന്റെ ആടുകളെ യാക്കോബിനും കൊടുത്തു, യാക്കോബ് മേയിച്ചു. പിന്നീട് ലാബാന്റെ ആടുകളെക്കാൾ യാക്കോബിന്റെ ആടുകൾ ദൈവം എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. ഞാൻ പറയുന്ന ഒരു കാര്യം, സ്തോത്രം മോശ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, ഉപവസിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് പിന്നത്തേതിൽ അഭിഷേകം ലഭിച്ചതും പിന്നത്തേതിൽ വലിയൊരു ജനസമൂഹത്തെ നടത്തുവാനും ഒരു ഉത്തരവാദിത്തം കൊടുത്തത്. അതുപോലെ യാക്കോബും പ്രാർത്ഥിക്കുകയും ദർശനങ്ങൾ കാണുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് കുറെ ആളുകളെ ഏൽപ്പിച്ചു. അതൊരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. അപ്പൊ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തെ നാം യഥാർത്ഥമായി ചെയ്യുന്നെങ്കിൽ അതിലൊരു പ്രമോഷൻ തരുവാൻ ഈ ലോകത്തിൽ സ്തോത്രം നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഒരു ഈ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ സർക്കാരിനെ സേവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്തോത്രം അത് ശമ്പള വർധനവും പ്രമോഷനും ഉണ്ടെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിൽ അടങ്ങാത്ത നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ വേലയും ചെയ്യുന്ന തന്റെ ഭക്തന്മാർക്ക് പ്രമോഷനും അനുഗ്രഹമുണ്ട്.